മാന്യ മഹാജനങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, തമാശ പറയാൻ കൂടി പറ്റാത്ത സാഹചര്യമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. നമ്മുടെ പിണറായി വിജയൻ സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന നവോത്ഥാന സർക്കാർ 9 കൊല്ലം ഭരിച്ചപ്പോഴത്തേക്കും ജനങ്ങൾക്ക് കാര്യം ഏതാണ്, കളി ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വളരെ സങ്കടത്തോടെയാണ് ഞാനിത് പറയുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്. അങ്ങനെ വളരെ കഷ്ടവും മനോവ്യസനവും സഹിച്ചുകൊണ്ട് അതേ സമയത്ത് ചിരി അടക്കാൻ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ, ഈ കേരള സംസ്ഥാനത്ത് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും വളരെ മുന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കോട്ടയം ജില്ലയിൽ വളരെ ബുദ്ധിമാന്മാരായ ആളുകൾ കൂടുതലുണ്ട് എന്ന് നമ്മളൊക്കെ ധരിച്ചിട്ടുള്ള പാലായിൽ, അതിൽ തന്നെ പ്രബലരായ കേരള കോൺഗ്രസ്സുകാർ കൂടുതലുള്ള പ്രദേശത്ത് ആളുകൾക്ക് കളിയും കാര്യവും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം നിർഭാഗ്യകരമായ വിധം സംജാതമായിരിക്കുന്നു എന്നാണ് സംഭവം. അത് മനസ്സിലായില്ലേ? പാലക്കാരല്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മധ്യ കേരള മഹാജാഥയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അത് ഇതിൻ്റെ മുകളിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. അത്ര വലിയ പ്രചാരമൊന്നും കിട്ടിയില്ല. കേരള സംസ്ഥാനത്തെ ആളുകൾക്ക് ഈ മധ്യ കേരള ജാഥയെക്കുറിച്ച്, വികസന മുന്നേറ്റത്തെക്കുറിച്ച് അറിയാൻ വലിയ താല്പര്യമൊന്നുമില്ല. അത് പറയുമ്പോൾ എനിക്കും അറിയാം ഇത് ഇത്രയൊക്കെ ഓടുകയുള്ളൂ എന്ന്. പക്ഷെ പാലായിലുള്ള കുറച്ചധികം ആളുകൾ, പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പുകാർ, ഇത് കണ്ട് വിജൃംഭിതരായി എന്നുള്ളതാണ്. അവർക്കത് കേട്ടപ്പോൾ തോന്നിയത്, പാലായിൽ കുറിച്ച് ഞാൻ നടത്തിയ ചില പരാമർശങ്ങൾ ഞാനത് മുഖവിലക്ക് നടത്തിയതാണ് എന്ന് ഈ പാവങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ്, എൻ്റെ അവസാന ഭാഗത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കും. ഷോൺ ജോർജോ, മാണി സി കാപ്പനോ അല്ല, പടച്ച തമ്പുരാൻ തന്നെ എതിര് മത്സരിച്ചാലും ജോസ് മാണിയെ ജയിക്കുകയുള്ളൂ. ജോസ് മാണിയോടൊപ്പം ജയിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി കൂടിയായിരിക്കും. അങ്ങനെ ചെഞ്ചോര ചുവപ്പാർന്ന ഒരു പാല നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ്. ഇത് ഞാൻ നമ്മുടെ തനത് ശൈലിയിൽ പറഞ്ഞതാണ് എന്നെനിക്കും എന്നെ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഈ മാണി ഗ്രൂപ്പുകാർ വളരെ നിഷ്കളങ്കരായതുകൊണ്ട്, ശുദ്ധഗതിക്കാരായതുകൊണ്ട്, നന്മയുള്ളവരായതുകൊണ്ട്, ദൈവാനുഗ്രഹം ഉള്ളവരായതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇവർ ഞാൻ പറഞ്ഞത് ശരിയായ അർത്ഥത്തിലാണ് എന്ന് കരുതി മുഖവിലക്കെടുത്തു. കുറ്റം എൻ്റെയാണ്, തെറ്റ് പറ്റിയത് അവർക്കാണ്. ഞാനിത് ഏതാണ്ട് വിപരീതാർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ളത്, അഥവാ ആക്കിയതാണ് എന്ന് മൂക്ക് കീഴ്പോട്ടുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായി. അരിയാഹാരം കഴിക്കുന്നവർക്കല്ല, പശുവിൻ പാല് മാത്രം കഴിക്കുന്നവർക്ക് മനസ്സിലായി. പക്ഷേ ജോസ് മാണിയുടെ ഗ്രൂപ്പുകാർക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ മാർക്സിസ്റ്റുകാർക്ക് മനസ്സിലായി കാണും. പക്ഷേ ജോസ് മാണിയുടെ ഗ്രൂപ്പുകാർ പുലിവാല പിടിക്കുന്ന കാണാനുള്ള രസം കൊണ്ട് അവരതിന് മറുത്തു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് അങ്ങനെ പ്രവചനപരമൊന്നുമില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ജോസ് കെ മാണി ജയിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം ജയിക്കുകയില്ല. പാലായിലെ പ്രബുദ്ധരായ സമ്മതിദായകർ തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ ഐശ്വര്യമായിട്ട് കുളിച്ച് കുറി തൊട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്താൽ മാത്രമേ അദ്ദേഹം ജയിക്കത്തുള്ളൂ. അല്ലാതെ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രവചിച്ചുകൊണ്ട് മാത്രം കേരള സംസ്ഥാനത്ത് ഇന്ന് വരെ ഒറ്റ സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല. ഞാൻ പ്രവചിച്ച ചില സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, ഏതാണ്ട് അത്ര തന്നെ പേർ തോറ്റിട്ടുണ്ട്. എൻ്റെ ശരിയായ പ്രവചനങ്ങളെക്കാൾ വളരെ കൂടുതലാണ് തെറ്റിപ്പോയ പ്രവചനങ്ങൾ. അതുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പ്രവചിച്ചു എന്ന് പറഞ്ഞ് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർ അവസാനം പുലിവാല് പിടിക്കും. ഇതിൻ്റെ അർത്ഥം ജോസ് കെ മാണി ജയിക്കില്ല എന്നുള്ളതല്ല. മാണി സി കാപ്പനോ അല്ലെങ്കിൽ ഷോൺ ജോർജോ മത്സരിച്ചാൽ അവർ ജയിക്കുന്നുള്ളതല്ല. ആളുകൾ വോട്ട് ചെയ്താൽ മാത്രമേ ജോസ് കെ മാണി ജയിക്കൂ. ജോസ് കെ മാണി ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ കെ എം മാണി പ്രഗത്ഭനായ പാർലമെന്റേറിയനായിരുന്നു, ശക്തരായ ഭരണകർത്താവായിരുന്നു, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അനിഷേധ്യ നേതാവായിരുന്നു. അതിലുപരി കേരള സംസ്ഥാനത്ത് ദീർഘകാലം MLA ആയിരുന്ന ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്. പിന്നെ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കും കണ്ടുപിടിച്ച ആളാണ്. അധ്വാനവർഗ സിദ്ധാന്തം എന്ന് പറഞ്ഞ വലിയൊരു സംഭവം അവതരിപ്പിച്ച ആളാണ്. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ ഒരു ഹാള് വാടകയ്ക്കെടുത്ത് പ്രസംഗിച്ച ആളാണ്. ഇത്രയൊക്കെ ചെയ്ത ആളുകൾ കേരള സംസ്ഥാനത്ത് വരാണ്ടായിട്ടില്ല, കേരള രാഷ്ട്രീയത്തിലും ഉണ്ടായിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ജോസ് കെ മാണി ജയിക്കുകയില്ല. ജോസ് കെ മാണിക്ക് പാലായിലെ വോട്ടർമാർ ഭൂരിപക്ഷം പേര് വോട്ട് ചെയ്യണം. അഥവാ മാണി സി കാപ്പന് കിട്ടുന്നേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയാൽ മാത്രമേ അദ്ദേഹം ജയിക്കൂ. ഞാൻ പ്രവചിച്ചു എന്നുകൊണ്ട് മാത്രം അദ്ദേഹം ജയിക്കുന്ന പ്രശ്നമില്ല. ഇത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതുകൊണ്ട്
നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല. ആളുകൾ ജോസ് കെ മാണിയെ പരിഹസിക്കും എന്നല്ലാതെ അദ്ദേഹം കൂടുതൽ പരിഹാസനാവും, പരിഹാസപാത്രമാകും എന്നുള്ളതിലുപരി ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ജോസ് കെ മാണിക്ക് വേണ്ടി പ്രവർത്തിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം, വീടാന്തരം കയറി വോട്ട് ചോദിക്കണം. ജോസ് കെ മാണിയും വഴിയിൽ കാണുന്ന ആൾക്കാരോടൊക്കെ സ്നേഹമായിട്ട് പെരുമാറണം. കുറഞ്ഞ പക്ഷം മഹാനായ മാണി സാർ എങ്ങനെയാണ് വോട്ട് പിടിക്കുന്നത് എന്ന് കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ആളുകളോട് ചോദിച്ചിട്ടെങ്കിലും മനസ്സിലാക്കണം. ഏതാണ്ട് അതേ രീതി പിന്തുടരാൻ താല്പര്യപ്പെടും. അല്ലാതെ പാലായിൽ ഇത്ര പള്ളികച്ചന്മാരുണ്ട്, ഇത്ര കന്യാസ്ത്രീകളുണ്ട്, ഇത്ര ബിഷപ്പുമാരുണ്ട്, അവരുടെ വോട്ട് ഇങ്ങനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ഭൂരിപക്ഷമായി എന്ന് വിചാരിച്ചാൽ ഒരു സ്ഥലത്തും എത്തുകയില്ല. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ, പിന്നെ കർത്താവിൻ്റെ കാരുണ്യം കൂടി ഉണ്ടെങ്കിൽ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ജോസ് കെ മാണി വീട്ടിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം തോറ്റോളൊന്നുമില്ല, ഞാൻ പ്രവചിച്ചുകൊണ്ട് മാത്രം അദ്ദേഹം ജയിച്ചോളൊന്നുമില്ല. ഇത് മാണി സി കാപ്പനോടും ഷോൺ ജോർജിനോടും കൂടി പറയാനുള്ളതാണ്. എൻ്റെ പ്രവചനം അനുസരിച്ചിട്ട് ഇന്ന് വരെ ഒരാൾ ജയിച്ചിട്ടില്ല, തോറ്റിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിധിക്ക് തയ്യാറായിരിക്കും.